ജോസ, ജീവൻ ബോൽനാ ചാഹി എന്നതിലേക്ക് കുട്ടികൾ എങ്ങനെ വളരെ രസകരമായി എത്തുന്നു എന്നുള്ളതാണ്. ഏറെ ടെൻഷനോടെ വരുന്നവർ വളരെ രസകരമായി പുതിയൊരു സ്റ്റെപ്പിലേക്ക് മാറുന്നു. സാർ, അതെങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ചോദ്യം പരീക്ഷയാണോ ജീവിതമാണോ വലുത്, മാർക്കാണോ ജീവിതമാണോ വലുത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. എന്നിട്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ 36 കുട്ടികളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു കുട്ടി വീൽ ചെയറിൽ വന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ആദ്യം മുതൽ തന്നെ പ്രധാനമന്ത്രി വളരെ പ്രത്യേകമായി ഒരു കരുതൽ കൊടുക്കുന്ന, ഒരു ശ്രദ്ധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടിയോട് അദ്ദേഹത്തോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടി പറയുന്നുണ്ട്. ആ മറുപടി കേട്ടിട്ട് എനിക്കൊരു ആത്മവിശ്വാസ കുറവുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടിയോട് പറയുന്നത്, ഞാൻ നിന്നെ നേരത്തെ മുതലേ കാണുകയായിരുന്നു, നോക്കുകയായിരുന്നു. എനിക്ക് ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നിന്നിലുള്ളതിൻ്റെ അത്രയും മറ്റാരും ഞാൻ കണ്ടില്ല. ഇത് ഒരു വ്യക്തിക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. നമ്മളൊരു കുട്ടിയുടെ അടുത്ത് നിനക്ക് ഒത്തിരി കഴിവുകളുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു വലിപ്പമുണ്ട്, ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു ഉയർച്ചയുണ്ട്, ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു ചിന്താഗതിയിലൊരു മാറ്റമുണ്ട്. ഇത് പ്രധാനമന്ത്രി നേരിട്ട് പറയുമ്പോൾ അതേ അനുഭവം തന്നെയായിരിക്കും നമ്മളൊരു ക്ലാസ്സിൽ, അധ്യാപകൻ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയോട് എല്ലാ ദിവസവും എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ കുട്ടി പഠിത്തത്തിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഈവനൊരു നോട്ടം കൊണ്ട് തന്നെ ആ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റി തീർച്ചയായും ഒരു പുതിയൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇന്ന് പ്രധാനമന്ത്രി വേറെ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ കൊടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത്, പരീക്ഷയിൽ പാസ്സാകണം, പരീക്ഷ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഈ പരീക്ഷ ഒരു പാഠം പഠിച്ചതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ പഠനത്തിന് ശേഷം എഴുതി നിറയ്ക്കുന്ന കുറേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമായി മാറുകയാണ് നമ്മുടെ പല പരീക്ഷകളും. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ പരീക്ഷകളുടെ പാസ്സാകൽ, ഇതിൽ A+ നേടിയതുകൊണ്ട് നിങ്ങളാരും ജീവിതത്തിൽ A+ നേടണം എന്ന് നിർബന്ധമില്ല. ജീവിതത്തിൽ A+ നേടുക എന്ന് പറയുന്നത് ജീവിത വിജയം കൈവരിക്കുമ്പോഴാണ്. ഇന്ന് അദ്ദേഹം ഒരു കുട്ടിയുടെ വേറൊരാളുടെ ഉദാഹരണം പറഞ്ഞു. റോബോട്ട് നിർമ്മിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു. റോബോട്ട് നിർമ്മിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഈ കുട്ടി ആക്ച്വലി സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തു പോയതോ ആയ ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ ദിവസമുള്ള പഠനം ശ്രദ്ധിച്ചിട്ട് അധ്യാപകരും ഒരുപക്ഷെ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരോ ഒക്കെ നീ ഒരു ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് തോന്നുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സ് മുഴുവൻ ഈ റോബോട്ട് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പുതുമയുള്ള ഒരു ആവിഷ്കാരത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ള ഒരു ചിന്ത മാത്രം, ആ ഒരു വിചാരം മാത്രം കൊണ്ടു നടന്ന പയ്യൻ, ആ ആള് ഒരു നിമിഷത്തിൽ ഒരു റോബോട്ട് നിർമ്മിക്കുകയും ഈ പറയുന്ന സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹം തന്നെ വളരെ കൃത്യമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു അവസ്ഥയും എത്തുന്നുണ്ട്. ഇതാണ് ജീവിതത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ വിജയം പരീക്ഷയിലെ വിജയമല്ല, വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കുട്ടി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കിട്ടുന്ന വലിയ ആത്മവിശ്വാസവും വലിയ അഭിനന്ദനവും ജീവിതത്തെ മാറ്റിമറിക്കും. പ്രധാനമന്ത്രി ഇന്ന് അധ്യാപകർക്ക് ഇൻഡയറക്റ്റായിട്ട്, നേരിട്ടല്ലെന്നുണ്ടെങ്കിൽ പരോക്ഷമായിട്ട് അധ്യാപകർക്ക് കൊടുത്ത ഒരു ഉപദേശമായിരുന്നു അതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കുമ്പോൾ അവരിലെ ആത്മവിശ്വാസം വളർത്താൻ, അവരിലെ കഴിവുകളെ വളർത്താൻ ശ്രമിക്കുക. അത് അധ്യാപകർക്കൊരു സന്ദേശമായിട്ട് എനിക്ക് ഇന്ന് തോന്നിയത്.